സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തൽ, ഗസയ്ക്ക് മേൽ ഇസ്രായേൽ 15 മാസമായി നടത്തിക്കൊണ്ടിരുന്ന വംശഹത്യാശ്രമത്തിന് ഒരു താൽക്കാലിക വിരാമം എന്നുള്ള നിലയിലാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ വ്യവസ്ഥകൾ 3 ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള വ്യവസ്ഥ ഹമാസും 100 തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ള വ്യവസ്ഥ ഇസ്രായേലും അംഗീകരിച്ച് നടപ്പാക്കി. ആക്രമണത്തെ തുടർന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന ഗസയിലെ മനുഷ്യർ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് കേൾക്കുന്നത് മനുഷ്യന് ഒരുപക്ഷെ ഒട്ടും അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും കഥകൾ അവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ കൂടി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് എല്ലാവർക്കും പ്രേക്ഷകർക്കൊക്കെ പരിചയമുള്ള വിദേശകാര്യ വിദഗ്ധനായ പ്രൊഫസറായ ഡോക്ടർ PJ വിൻസെൻ്റാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗസയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ തിരിച്ചു വരുന്ന മനുഷ്യന്മാർക്ക് എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ തിരിച്ചു വരുന്നത്? ഇവർക്കിനി അവിടെ ഒരു ജീവിതം സാധ്യമാകും ഉടനെ എന്ന് തോന്നുന്നുണ്ടോ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ? ഒട്ടും എളുപ്പമല്ല. കാരണം ഡെപ്ലീറ്റഡ് യുറേനിയം കണ്ടൻറ്റുള്ള ബോംബുകൾ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ദുർബലമായ രൂപത്തിലുള്ള റേഡിയേഷൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതത്ര എളുപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ താമസിക്കുന്ന ആളുകളിലുണ്ടാക്കും. അപ്പം അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, അടിസ്ഥാനപരമായി വീട് വേണം, വെള്ളം വേണം, തണുപ്പ് നല്ലതുപോലെയുള്ള ഒരു മേഖലയാണത്. തണുപ്പ് കാലത്ത് അതിജീവിക്കാൻ പറ്റണം. ഇതിനൊക്കെ പറ്റുന്ന രീതിയിൽ വീണ്ടും താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം അവിടെയുള്ള ആകാശത്തിന് മേലെ, ഭൂമിക്ക് മേലെ ഉയർന്നു നിൽക്കുന്നതെല്ലാം തകർത്ത് തരിപ്പണമാക്കി. അവിടുത്തെ ഈ ഡെബ്രിസ്, ഈ തകർന്ന അവശിഷ്ടങ്ങൾ മാറ്റൽ തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. എന്നിട്ട് വേണം അവിടെ പുതിയ അധിവാസ കേന്ദ്രങ്ങൾ പണികഴിപ്പിക്കാൻ. അധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോഴും ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളത്തിൻ്റേതാണ്. അവിടെ പ്രധാനമായും ആളുകൾ ജോർദാൻ നദിയിലെ വെള്ളത്തെയാണല്ലോ ആ മേഖലയിൽ ആശ്രയിക്കുന്നത്. 365 ദിവസവും വെള്ളമുള്ള ഒരു നദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ നദിയുമായി നേരിട്ട് ബന്ധമില്ല. അവരധികവും ഭൂഗർഭ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ ദീർഘകാലം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ ഫലമായി പല മേഖലയിലും ഈ ആർട്ടിഷ്യൻ വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ഇനി അവിടെയുള്ള ഭൂമിയുടെയും അതുപോലെ സസ്യങ്ങളുടെയും ഒക്കെ ഒരു ബയോകെമിക്കൽ അനാലിസിസ് നടത്തിയാലേ എത്രമാത്രം ശരീരത്തിന് ദോഷകരമായ വസ്തുക്കൾ, രാസവസ്തുക്കൾ അതിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരു യുദ്ധഭൂമിയിൽ അതിമാരകമായി ബോംബിങ് നടന്ന പ്രദേശമാണ്. ആ സ്ഫോടനവും അത് സൃഷ്ടിച്ചിട്ടുള്ള മാലിന്യങ്ങളും അത് ഭൂമിയെ മലിനമാക്കിയിട്ടുണ്ട്, വായുവിനെ മലിനമാക്കിയിട്ടുണ്ട്, അവിടെയുള്ള ജീവജാലങ്ങളെയും വെള്ളത്തെയും മലിനമാക്കിയിട്ടുണ്ട്. അങ്ങനെ സർവത്ര മലിനീകരിക്കപ്പെട്ട ഒരു ഭൂമിയാണത്. അവിടെയാണ് മനുഷ്യർ ഒരുപക്ഷെ ഇപ്പോഴും മണ്ണിനടിയിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിലുമായിട്ട് മരണപ്പെട്ട് എവിടെയും എണ്ണപ്പെടാതെ പോയ ശവശരീരങ്ങളും ഉണ്ടാകും. അത് മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പം അവർക്ക് താമസയോഗ്യമായ ഒരു ഭൂമിയായി അതിനെ മാറ്റുക എളുപ്പമുള്ള കാര്യമല്ല. അതവിടെ നിൽക്കുമ്പോൾ തന്നെ മനുഷ്യരിങ്ങോട്ട് തിരിച്ചു വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ അധിവസിച്ചിരുന്ന പ്രദേശമാണ്. അവർ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്നത് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിരിക്കുന്നു, അത് സുസ്ഥിരമായി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ തിരിച്ചു വരുന്നത്. അത് എത്രത്തോളം എന്താ പറയുക ഉറപ്പുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് എന്ത് മെക്കാനിസമാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയോ അല്ലെങ്കിൽ ഇതര ഏജൻസികളുടെയോ എന്തെങ്കിലും ഒരു മെക്കാനിസം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാണ്, അതിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ നടപ്പാക്കപ്പെടുന്നു, അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ അവിടെ ആകെയുള്ള ഏക മെക്കാനിസം ട്രംപാണ്. ട്രംപ് നിലവിലുള്ള സമീപനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തുടരും. അതല്ല, ട്രംപ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തിയാൽ വീണ്ടും യുദ്ധം തുടങ്ങും. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസോ
ആഗോള അടിസ്ഥാനത്തിലുള്ള മറ്റേതെങ്കിലും ഏജൻസികളോ ഫലപ്രദമായി പ്രവർത്തിക്കും എന്ന് കരുതാൻ സാധിക്കില്ല. മാത്രമല്ല ട്രംപ് ഒരു ഡിസ്റപ്റ്റർ ആയി മാറിക്കഴിഞ്ഞു. ഇൻ്റർനാഷണലിസത്തിൻ്റെ ഡിസ്റപ്റ്ററാണ് അദ്ദേഹം. UN പ്രവർത്തനക്ഷമമല്ലാതായി മാറി. WHO-യിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അതുപോലെ പാരീസ് ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞ തവണ തന്നെ പിൻവാങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പം ലോകത്തിലെ ഒരു ഇൻകംബൻറ്റ് സൂപ്പർ പവർ എന്ന നിലയ്ക്ക് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്കും ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിലും ഇൻ്റർനാഷണലിസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട്. അവിടെ നിന്ന് ഈ മൾട്ടി പോളർ വേൾഡ് ഇൻ്റർനാഷണലിസം അവിടെ നിന്നൊക്കെ പിന്മാറി അദ്ദേഹം ബയലാറ്ററലിസത്തിലേക്ക് പിന്മടക്കം നടത്തി. അമേരിക്ക മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിനപ്പുറത്തേക്ക് ഈ സാർവദേശീയമായ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന ഒരു നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഇപ്പം നിലവിൽ വെടിനിർത്തൽ കരാർ പ്രായോഗത്തിൽ വരുവാൻ അദ്ദേഹത്തിൻ്റെ വരവ് ഒരു കാരണമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാകും. അതോടൊപ്പം ഗസയിൽ നിന്നിപ്പോൾ സംഘർഷം ഇങ്ങോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അവർ വെസ്റ്റ് ബാങ്കിലേക്ക് വ്യാപിച്ചു. മാത്രമല്ല ബൈഡൻ ഭരണകൂടം വെസ്റ്റ് ബാങ്കിലേക്കുള്ള ജൂത കുടിയേറ്റങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഗസ മേഖലയിലേക്ക് വലിയ രൂപത്തിൽ ജൂത കുടിയേറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ കാണുന്ന ഒരു വസ്തുത, ഇസ്രായേൽ ഒരുപക്ഷെ ഗസയിൽ അധിനിവേശം നടത്തുവാനോ ഗസയിൽ പുതിയ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കാനോ പരിശ്രമിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ ആ മേഖലയെ തകർക്കാവുന്നതിൻ്റെ പരമാവധി തകർത്തത്. 2005 ആ ഗസയിലുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ മുഴുവനും തകർത്ത് പൂർണ്ണമായും ഇസ്രായേൽ പിന്മാറിയതാണ്. അപ്പോൾ ഗസയുടെ സവിശേഷമായ പ്രത്യേകത വെച്ചും അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ രൂപം കണക്കാക്കിയും പിന്നെ റിസോഴ്സസിൻ്റെ കുറവും ഇതൊക്കെ കൊണ്ട് ഇനി ജൂത സെറ്റിൽമെൻറ്റുകൾ ഗസയിൽ ഉണ്ടാക്കാനുള്ള താല്പര്യം അവർക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗസയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്ക് വലിയ ബഫർ സോണുകൾ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതായിരിക്കും അവർ ആലോചിക്കുക. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും വടക്ക് കിഴക്കൻ ഇസ്രായേൽ അതിർത്തി മേഖലയിൽ നിന്നും പൂർണ്ണമായി ഗസ സെറ്റിൽമെൻറ്റുകളെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന തരത്തിലായിരിക്കും ഇനി അവിടെ സെറ്റിൽമെൻറ്റുകൾ നിർമ്മിക്കുക. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ തന്നെ 67% വരുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണ്. വെസ്റ്റ് ബാങ്ക് വളരെ സമ്പുഷ്ടമായ പ്രദേശമാണ്. കാരണം വെള്ളമുണ്ട്, ജോർദാൻ റിവർ അതിൽ ഒഴുകുന്നു, വെള്ളമുണ്ട്, പല മേഖലയിലും കൃഷി നല്ല രൂപത്തിൽ നടത്താൻ കഴിയുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ജൂത സെറ്റിൽമെൻറ്റുകളെല്ലാം വെസ്റ്റ് ബാങ്കിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന നിലയിലാണ് അവരുടെ താല്പര്യങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ട്രംപ് ഒരു ലെവലർ എന്ന നിലയ്ക്ക് ഇതിൽ എത്ര കാലം നിൽക്കും, അഥവാ ട്രംപിൻ്റെ വീറ്റോ, ഇനി അവിടെ യുദ്ധം തുടങ്ങരുത്, അഥവാ യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വീറ്റോയുടെ ശക്തി. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം എത്ര കാലം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമാണ്, അഭയാർത്ഥികളുടെ കാര്യം. ഇപ്പോൾ 48 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ രൂപീകരിക്കുന്നതിന് മുമ്പ് ഹഗാന, ഇർഗം, സ്റ്റേൻ ഗാങ് എന്നൊക്കെ പറഞ്ഞ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ തീവ്ര സായുധ സംഘങ്ങളുണ്ട്. ഇവർ അറബ് ഗ്രാമങ്ങളിൽ കടന്നു കയറി അവിടെ ഭീതി സൃഷ്ടിച്ച് ഇവരെ പലായനത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 48 യുദ്ധത്തിൽ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ഇന്ന് ഗസൻ പോപ്പുലേഷനിലെ വലിയൊരു ശതമാനം ആളുകൾ. അന്ന് അവർ ഗസയിലേക്കാണ് രക്ഷപ്പെട്ടു വന്നത്. കാരണം ഗസ അന്ന് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിൽ വന്നതുകൊണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത 463 ദിവസം തുടർച്ചയായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. അതിനാണ് ഇപ്പോൾ അറുതിയായത്, താൽക്കാലിക വെടിനിർത്തൽ. അത് 42 ദിവസത്തേക്കാണ് ആ താൽക്കാലിക വെടിനിർത്തൽ വരുന്നത്. ഈ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഗസയിലുള്ള ജനത അവിടുന്ന് പലായനം ചെയ്തിട്ടില്ല. അവർ ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് പോകും. ഒരു മേഖലയിൽ ബോംബിംഗ് ആകുമ്പോൾ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറും. ഖാൻ യൂനിസ് ആക്രമിക്കപ്പെടുമ്പോൾ അവർ റഫ മേഖലയിലേക്ക് പോകും. റഫ ആക്രമിക്കപ്പെടുമ്പോൾ അവർ നോർത്തേൺ ഗസയിലേക്ക് പോകും. അല്ലെങ്കിൽ ഗസ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറും. അപ്പോൾ പാലസ്തീനികൾ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രതിരോധത്തിൻ്റെ പുതിയ രൂപമാണ്.
അതുകൊണ്ടാണ് ഈ 46,788 ആളുകൾ ഇതിനകം കൊല ചെയ്യപ്പെടാനും 1,10,000-ത്തിലധികം ആളുകൾക്ക് മാരകമായി മുറിവേൽക്കാനുമുള്ള കാരണം ഗസ ഉപേക്ഷിച്ച് ഞങ്ങൾ പോകുന്നില്ല, മരിച്ചാൽ ഇവിടെ തന്നെ എന്ന് ആ ജനത തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും അവർ ഗസയിൽ നിലനിൽക്കും. ടെൻറ്റിൽ ജീവിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമല്ല. അറബികൾ സഹസ്രാബ്ദങ്ങളായി ടെൻറ്റ് ഡ്വല്ലേഴ്സ് ആയിരുന്നു, അതിൻ്റെ ജീൻ അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവർ ടെൻറ്റ് കെട്ടിയിട്ടാണെങ്കിലും അതിജീവിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആധുനിക മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന മാന്യമായ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന നഗരങ്ങളാണല്ലോ ഇതൊക്കെ. ഖാൻ യൂനിസ് ആണെങ്കിലും ഗസ സിറ്റി ആണെങ്കിലും റഫ ആണെങ്കിലും ഇതൊക്കെ നല്ല വലിയ നഗരങ്ങളാണ്, ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള നഗരങ്ങളാണ്. അതെല്ലാം പൂർണ്ണമായി തകർക്കപ്പെട്ടു. എങ്കിലും അവിടുത്തെ ജനത ഒരു റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായി അവർ നശിപ്പിക്കപ്പെട്ടതെല്ലാം പുനർനിർമ്മിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ വെടിനിർത്തൽ കരാർ നിലനിർത്തിക്കൊണ്ടുപോകാൻ പാകത്തിനുള്ള നിരീക്ഷണ സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗസയിൽ തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയും ഒരു ഫലസ്തീൻകാരൻ മരിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട്. അത് അൺകൺഫേംഡ് ആണ്, മറ്റാരും അത് കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ വലിയ റെയ്ഡുകൾ ഇതിന് പാരലലി ഈ വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ അഗ്രഷൻ ഇസ്രായേൽ സൈന്യം കാണിച്ചു തുടങ്ങിയിരുന്നു. കൂടുതൽ വെടിവെപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1 ഡസനിലേറെ പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് വഴി ഈ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനുണ്ടായ ഒരു ആഘാതം അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഈ അഗ്രഷൻ നടത്തുന്നത് എന്ന് ഒരു വാദമുണ്ട്. മറ്റൊന്ന്, ഈ ട്രംപ് തന്നെയും വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ ആവിഷ്കാരത്തിലാണ് എന്നുള്ള വേറൊരു വ്യാഖ്യാനമുണ്ട്. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇസ്രായേലിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ 3 പ്രദേശങ്ങളാണ്. 1 ഗാസ, 2 വെസ്റ്റ് ബാങ്ക്, 3 ഗൊലാൻ ഹൈറ്റ്സ്. അതിൽ ഗൊലാൻ ഹൈറ്റ്സ് ഇപ്പോൾ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. ഇപ്പം സിറിയയിലെ HTS അധികാരത്തിൽ വന്നതോടുകൂടി ആ മേഖലയിൽ ഇപ്പോൾ പ്രതിഷേധം പോലുമില്ല. സിറിയൻ സൈന്യം പൂർണ്ണമായി പോയിരിക്കുന്നു. അതിപ്പം നോമാൻസ് ലാൻഡ് പോലെയാണ്. മാത്രമല്ല നോമാൻസ് ലാൻഡ് അല്ല, അവിടെ ആരുമില്ല. അപ്പോൾ ആ പ്രദേശം മുഴുവനുമായിട്ട് ഗൊലാൻ ഹൈറ്റ്സ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. അവിടെ ആളുകളുമില്ല, അതിനെ പ്രതിരോധിക്കാൻ ഒരു സൈന്യവുമില്ല. സ്വാഭാവികമായിട്ടും അത് വളരെ സ്വാഭാവികമായി ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നു. അത് സിറിയയിലുള്ള ഭരണമാറ്റത്തിൻ്റെ ഉൽപ്പന്നമാണ്. വളരെ ക്ലോസായി നമ്മൾ ഈ സെറ്റിൽമെൻറ്റുകളെയും വെസ്റ്റ് ബാങ്കിലെ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 67% വരുന്ന പ്രദേശത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾക്കകത്ത് സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫലസ്തീൻ സെറ്റിൽമെൻറ്റുകളുള്ളത്. ഈ ഫലസ്തീനിയൻ ജനതയ്ക്ക് ഇസ്രായേൽ സെറ്റിലേഴ്സിനെയോ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡ്, അതുപോലെ മറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയും ഇസ്രായേലിൻ്റെ സൈന്യത്തെയും മറികടന്ന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി വെസ്റ്റ് ബാങ്കിൽ വെറുതെ റമള്ളയിൽ ഒരു ഫലസ്തീനിയൻ അതോറിറ്റിയും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മുഹമ്മദ് അബ്ബാസും ഉണ്ട് എന്നല്ലാതെ പ്രായോഗിക തലത്തിൽ അവർക്ക് ചില NGO പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. വല്ല ആരോഗ്യ ക്യാമ്പുകളൊക്കെ നടത്താം, ശുചിത്വ മിഷൻ നടത്താം എന്നല്ലാതെ വെസ്റ്റ് ബാങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല. അവരുടെ സൈന്യം വേണമെങ്കിൽ റോഡ് അടിച്ചു വരുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. നമ്മളിവിടുത്തെ ശുചിത്വ മിഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നടപ്പാക്കും. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഒരു അധികാരവും ഇല്ലാത്ത രൂപത്തിൽ വെസ്റ്റ് ബാങ്കുകാർ യഥാർത്ഥത്തിൽ സമ്പൂർണമായ പ്രതിരോധവും ശക്തമായ നിലനിൽപ്പും ഉണ്ടായിരുന്നത് ഗസയ്ക്കായിരുന്നു. അങ്ങനെ അതൊരു ഫലസ്തീനിയൻ സ്റ്റേറ്റ് എല്ലാ അർത്ഥത്തിലും ആയി മാറി 2007 മുതൽ. അതിൽ ഹമാസിൻ്റെ അക്രമങ്ങളോടും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സായുധ പോരാട്ടങ്ങളോടോ ഒക്കെ വിയോജിപ്പുള്ളവർക്ക് പോലും ഈ വസ്തുത അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതെല്ലാ അർത്ഥത്തിലും ഒരു ഫലസ്തീനിയൻ സ്റ്റേറ്റായി മാറി. ഒരു സോവറിൻ ഫലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടി ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിന് ശേഷിയുള്ള നിലയ്ക്ക് അവർ നിന്നു. അത് ഈ അക്രമത്തിൻ്റെ ഒരു തലമെടുത്താലും ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം വളർന്നു വരുമ്പോൾ ഒരു സിംഗിൾ ഫൂട്ടേജ് പോലും ഒരു ഗസൻ നിവാസി
ഹമാസിനെതിരായിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ അക്രമം നേരിടേണ്ടി വരുന്നത് ഹമാസുകാർ നടത്തിയ അക്രമത്തിൻ്റെ ഫലമാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു ഫൂട്ടേജ് പോലും ഈ അന്താരാഷ്ട്ര മീഡിയ മുഴുവനും അവിടെ കൺതുറന്നിരുന്നിട്ടും കിട്ടിയില്ല എന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഗസൻ ജനത, അവിടുത്തെ 23 ലക്ഷം മനുഷ്യർ ഒറ്റക്കെട്ടായി ഇസ്രായേലിൻ്റെ അക്രമത്തെ കഴിഞ്ഞ 463 ദിവസവും പ്രതിരോധിച്ചു. അപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. മറ്റൊരർത്ഥത്തിൽ അവർക്ക് സൈനികമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ആ പരമാവധിയെ ഫലസ്തീൻ ജനത അതിജീവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഗസൻ ജനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗസയിലെ ജനങ്ങൾ അതൊരു ഒരു ഒരു ലെജൻഡറി റെസിസ്റ്റൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഈ സീസ് ഫയറിനെ എപ്പിക് സീസ് ഫയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക് വിക്ടറി, ചരിത്രപരമായ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് ഈ എപ്പിക് സീസ് ഫയർ ഉണ്ടായതെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ എപ്പിക് സീസ് ഫയർ ഉണ്ടാകാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദി എപ്പിക് റെസിസ്റ്റൻസ് ഓഫ് ദി ഗസൻ പീപ്പിൾ. അവിടെ ഹമാസ് പോലും പ്രസക്തമാകുന്നില്ല. ഹമാസ് തുടച്ചു നീക്കിയാൽ ഹമാസ് പോലെ മറ്റ് പ്രതിരോധ പ്രസ്ഥാനം പേര് മാത്രമേ മാറുള്ളൂ. കാരണം ഇത് ആ ജനതയുടെ സ്വാഭാവികമായ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളുടെ പ്രതിഫലനമാണ്. അതിനോടൊപ്പം നിൽക്കുന്നത് ഹമാസ് ആണെങ്കിൽ ജനങ്ങൾ ഹമാസിനൊപ്പം നിൽക്കും. ഹമാസ് അത് മാറി ഇസ്രായേലിന് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ അവർ പുതിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കും. അപ്പോൾ ഫലസ്തീനികൾ മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യ സ്വപ്നവും അവരുടെ ന്യായമായ അവകാശങ്ങൾക്കും വേണ്ടി അവർ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ജനത ഇങ്ങനെ നിൽക്കുകയാണ്, 23 ലക്ഷം വരുന്ന മനുഷ്യർ, അവരുടെ സകല സമ്പത്തും ഒരു സൈന്യം അതിക്രമിച്ച് കയറി അടിച്ച് തകർത്ത് അവരുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് 1.5 ലക്ഷത്തോളം മനുഷ്യരെ കൊന്ന്, അതിൽ തന്നെ ഏതാണ്ട് പകുതി കുഞ്ഞുങ്ങളെ കൊന്ന് 1 ലക്ഷത്തിലധികം പേരെ മാരകമായി മുറിവേൽപ്പിച്ച് ആയുധങ്ങളിൽ ബോംബുകളൊക്കെ ചിലപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ഈ സൈന്യം പോയിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോംബ് പൊട്ടി മരിക്കും എന്നുള്ളൊരവസ്ഥ വരെ ഉണ്ട്. എന്നാൽ പോലും ഈ ജനത അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതങ്ങനെ നിൽക്കുമ്പോഴും ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ചെയ്യാനുള്ളത് ഈ ജനതയെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ ചെയ്യാനുള്ളത്. അപ്പോഴും ഒരു കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു സ്പെക്കുലേറ്റീവായിട്ട് വരുന്നുണ്ട്. ഈ ഇപ്പോൾ ഉള്ള വെടിനിർത്തൽ എന്ന് പറയുന്നത് 42 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ആദ്യ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കും, ഇസ്രായേലിൻ്റെ സൈനിക നടപടി പുനരാരംഭിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യതയുള്ളൊരു കാര്യമാണ്? ഇനി അത്ര ഒരു ഇതിനകത്തേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ പോകും എന്ന് പ്രതീക്ഷിക്കാമോ? ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അത് ട്രംപിൻ്റെ വരവ് അതിലൊരു പ്രധാന ഘടകമാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് പ്രസക്തമാണ്. അമേരിക്കയ്ക്ക് അവരൊരു സൂപ്പർ പവർ അല്ല എന്ന് തന്നെ തോന്നിയിടത്താണല്ലോ ട്രംപ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. അവർ പണ്ട് ഗ്രേറ്റ് ആയിരുന്നു, ഇപ്പം ഗ്രേറ്റ് അല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണല്ലോ. അത് വാസ്തവമാണ്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ചൈന അതിൻ്റെ സ്വാധീനം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും പുതിയ രൂപത്തിലുള്ള സ്ട്രാറ്റജിയും ആവശ്യമാണ്. അവിടെയാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വളരെ പ്രസക്തമാകുന്നത്. അതില്ലാതെ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ വീണ്ടും ഒരു സാമ്പത്തിക സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ കണക്ക് പുസ്തകത്തിൽ 1ാം സ്ഥാനം ഇതിനെ വരുള്ളൂ. അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കരാർ നടപ്പാക്കി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്? ഗസ യുദ്ധം മാത്രമാണ് ഇതിന് കാരണം. അതുണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ G20 ഒപ്പിട്ട കരാറാണ്, അതൊട്ടും മുന്നോട്ട് പോയിട്ടില്ല. അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ അബ്രഹാമിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അറബികൾ, ജൂതന്മാർ ഇന്ത്യയുമായിട്ട് ഐക്യപ്പെടുന്നു, അത് യൂറോപ്പുമായി ഐക്യപ്പെടുന്നു. ഇങ്ങനെ ഒരു കൊറിഡോർ ഉണ്ടാകുന്നു. അത് അമേരിക്ക അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ പുതിയ ഒരു ക്രമം രൂപപ്പെടുകയാണ്. അത് ഏറ്റവും അധികം ഗുണകരമാകുന്നത് അമേരിക്കയ്ക്കായിരിക്കും, ഇന്ത്യക്കും വലിയ ഗുണമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ആ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സമവാക്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 2020 ട്രംപ് നേരിട്ടിടപെട്ട് ഉണ്ടാക്കിയിട്ടുള്ള അബ്രഹാമിക് അക്കോർഡ്. അതായത് അബ്രഹാമിൻ്റെ സന്തതി പരമ്പര എന്നതിൽ ജൂതന്മാരും ഇസ്രായേലുകളും ഐക്യപ്പെടുക എന്ന ഒരു ബിബ്ലിക്കൽ വിഷൻ കൂടി അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ഭാഗമായി UAE-യുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു, ബഹ്റൈനുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു, ഉത്തര ആഫ്രിക്കയിലെ മൊറോക്കോയുമായിട്ട് സുഡാനുമായിട്ടും ബന്ധമുണ്ടാക്കി. എന്ന് വെച്ചാൽ ഈ മേഖലയിലെല്ലാം ആ മേഖലയിലെ അറബ് രാജ്യങ്ങളിലേക്ക്
ഇസ്രായേലിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിൽ ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് വിശ്വസനീയമായ ഉറപ്പ് ലഭിക്കണം എന്ന നിലപാട് സൗദി ഭരണകൂടം എടുത്തുകൊണ്ട് മാത്രമാണ് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തത്. പക്ഷേ സൗദി അറേബ്യയുമായിട്ട് മറ്റു പലതരത്തിലും അടുത്ത ബന്ധങ്ങൾ ഇസ്രായേലുണ്ട്. അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി തന്നെ ജൂതനെ കൊല്ലുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞൊരു ഫത്വ പോലും പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സൗദി അറേബ്യയുമായിട്ടും ബന്ധം നോർമലൈസ് ചെയ്യപ്പെടും അബ്രഹാമിക് അക്കോർഡിൻ്റെ ഭാഗമായി എന്ന ഘട്ടത്തിലാണ് ഒക്ടോബർ 7 ഉണ്ടാവുന്നതും അതേ തുടർന്ന് ഈ കരാറുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നതും. സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധവും ഇപ്പോൾ പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖലയിൽ അമേരിക്കൻ താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ അബ്രഹാമിക് അക്കോർഡിന് വളർച്ചയുണ്ടാവണം, അതിന് തുടർ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ നോർമലൈസ് ചെയ്യുന്ന നിലയിലേക്ക് ഈ പറയുന്ന വ്യവസായ ഇടനാഴി പോലെയുള്ള സംഗതികൾ നടപ്പാവണമെങ്കിലും ഈ അക്കോർഡിനനുസരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾ നടക്കണം. ഇത് ആ മേഖലയിൽ യുദ്ധം നടക്കുന്ന കാലത്തോളം ഇത് അസാധ്യമാണ്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ സമാധാനം ഉണ്ടാകേണ്ടുന്നത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ വലിയ താല്പര്യത്തോടുകൂടി ഇതിൽ ഇടപെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ 42 ദിവസം കഴിഞ്ഞിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത. മാത്രവുമല്ല, ഒരു പരിധിവരെ ഇസ്രായേൽ തൽക്കാലത്തേക്കുള്ള അവരുടെ യുദ്ധലക്ഷ്യങ്ങളൊക്കെ നേടി. ഹിസ്ബുള്ളയെ ഏറെക്കുറെ ദുർബലമാക്കി, ഇറാനെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ ഹൂത്തികളാണെങ്കിൽ വെടിനിർത്തൽ വന്നതോടുകൂടി ഞങ്ങൾ ഇനിയിപ്പം ആക്രമിക്കുന്നില്ല. സിറിയയിലാണെങ്കിൽ പുതിയ ഭരണ സംവിധാനം വന്നു. ഇപ്പോൾ അസദ് ഭരണകൂടം ഇല്ലാതായി. സിറിയയിൽ പുതിയ ഭരണകൂടം വന്നു. ഇനി ആകെയുള്ളത് ഈ ഫലസ്തീനിൽ സാധാരണ മനുഷ്യരോടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടത്. അത് നീതിപൂർവമാവില്ലല്ലോ. ഇപ്പം ഗസൻ വെടിനിർത്തൽ പോലും പെട്ടെന്നുണ്ടാവാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ ഇസ്രായേലിന് പണ്ട് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളെ ആക്രമിക്കുന്നു, ഇവിടുന്ന് ഹൂത്തികൾ ആക്രമിക്കുന്നു, ഇസ്രായേൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇവരെല്ലാം ചേർന്ന് ഇറാനും അതിൻ്റെ പ്രോക്സികളും പിന്നെ ഈ ഫലസ്തീൻ തീവ്രവാദ സംഘങ്ങളും ചേർന്ന് ഈ ഒരു നറേറ്റീവ് പോയി. ആ നറേറ്റീവ്സിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് 42 ദിവസത്തിനകം പോകും. അതുമാത്രമല്ല, ഇതിൽ പവർ ബ്രോക്കർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ശക്തികൾ അതിൽ ഒന്ന് ടർക്കിയാണ്, മറ്റൊന്ന് ഖത്തറാണ്, മൂന്നാമത്തത് ഈജിപ്താണ്. ഈ 3 രാജ്യങ്ങളും വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ കൂടിയാണ്. അതിൽ ടർക്കിയാണെങ്കിൽ നാറ്റോ അംഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 42 ദിവസത്തിന് ശേഷവും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവാനും നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകാനാണ് സാധ്യത. അത് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഇന്ന് പൊതുവെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത കിഴക്കൻ ജെറുസലേമും ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന് ഒരു രാജ്യമുണ്ടാകുക, അതിനുള്ള സാധ്യതയൊക്കെ വിദൂരത്താണ്. അതൊന്നും എളുപ്പം സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ട്രംപ് എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള ആളെയാണ് അവിടേക്ക് എൻവോയ് ആയിട്ട് ട്രംപ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാമ്പത്തിക താല്പര്യമാണ് പ്രതിഫലിക്കുന്നത്. അതായത് ഗസയുടെ റീകൺസ്ട്രക്ഷൻ ഇന്ന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണ്ടി വരുന്ന ഒരു വലിയ എൻ്റർപ്രൈസാണ്. അപ്പോൾ ട്രംപിൻ്റെ പ്രധാന പരിപാടി തന്നെ ഈ ബിസിനസ് വർദ്ധിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് എംപയർ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കച്ചവട കൂട്ടാളിനെയാണ് അവിടേക്ക് ഇപ്പോൾ പ്രത്യേക എൻവോയ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ട്രംപ് ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെങ്കിൽ ഇനിയും ഈ ഒരു ജിനോസൈഡൽ അറ്റാക്കിന് ഇസ്രായേലിന് അനുമതി കൊടുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ കൂടെ ഒറ്റ കാര്യവും കൂടിയുണ്ട്, അത് ഈ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റമാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹു കൊള്ളാത്തൊരു മനുഷ്യനായിരുന്നു. ഇപ്പം ഡേവിഡ് ഷുൾമാൻ്റെ ഇൻ്റർവ്യൂ ഹിന്ദുവിൽ താങ്കൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം 2 കാര്യങ്ങൾ ഊന്നി പറയുന്നത്, ഒന്ന് ഇസ്രായേൽ ഈ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെ 100% റിജക്റ്റ് ചെയ്യുക, റിജക്ഷനിസം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒത്തിരി ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്കമഡേഷൻ റിജക്ഷനിസം, ടോട്ടൽ റിജക്ഷൻ ഓഫ് ഫലസ്തീനിയൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ളത്. അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമത്തത്, എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരുക എന്ന ലക്ഷ്യം മാത്രമേ അയാൾക്കുള്ളൂ. എങ്ങനെയും അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, ലിക്വിഡ് പാർട്ടിക്ക് 32 അംഗങ്ങളേ ഉള്ളൂ.
പ്രതിപക്ഷ പാർട്ടിക്ക് 24 അംഗങ്ങളുണ്ട്. ബാക്കി അദ്ദേഹത്തിന് 20 അംഗങ്ങൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന 20 അംഗങ്ങൾ. ഒന്ന് റിലീജിയസ് സയൻസ് പാർട്ടിയാണ്, അവരാണ് ഫൈനാൻസ് മിനിസ്റ്റർ സ്മാർട്ടിഷ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. പിന്നെ യുണൈറ്റഡ് തോറ പാർട്ടി ഉണ്ട്, അവർ എക്സ്ട്രീം ഫാർ റൈറ്റ് പാർട്ടിയാണ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. പിന്നെ ഒരു കഹാനിസ്റ്റുകളുടെ ഒരു പാർട്ടിയുണ്ട്, അതിന് 6 അംഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ 20ആയി. ഇവരാണ് പ്രധാനമായും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അൾട്രാ റൈറ്റ് പാർട്ടികൾ, ഫാർ റൈറ്റ് പാർട്ടികൾ, എക്സ്ട്രീം സയനിസ്റ്റ് പാർട്ടികൾ, ഇവരുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുകയും അവരെ അബ്യൂസ് ചെയ്തും എങ്ങനെയും അധികാരത്തിൽ തുടരാൻ ഈ ബിബി എന്ന് വിളിക്കുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ട്രപ്പീസ് കളിയാണ് ഈ യുദ്ധത്തെയും ഈ സംഘർഷങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതിൽ തന്നെ ഒരുപക്ഷേ പല ഗൂഢാലോചന സിദ്ധാന്തക്കാരും പറയുന്ന ഒരു കാര്യവും കൂടി ഇതിൽ പ്രസക്തമാണ്. ഈ ഒക്ടോബർ 7 തന്നെ ഉണ്ടാകുമായിരുന്നില്ല, കാരണം അതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ മൊസാദിനുണ്ട്. അപ്പോൾ ഒരു അക്രമം നടന്നോട്ടെ, കുറച്ച് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സ്ഥിതി മാറുമല്ലോ. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിലുള്ള ഭരണാധിക്കെതിരായിട്ട് ഒരിക്കലും ആ ജനം ചിന്തിക്കില്ല. അപ്പം അങ്ങനെ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് കണ്ണടച്ചതാണ് എന്ന് പോലും ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഡേവിഡ് ഷുൾമാൻ്റെ വാദം 100% ശരിയാണ്. ഇദ്ദേഹം ഈ ബെഞ്ചമിൻ നെതന്യാഹു വളരെ ക്രൂക്കഡായിട്ടുള്ള അധികാരത്തിൽ എങ്ങനെയും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ആ 3 B പറയുന്നത് എങ്ങനെയാണ്? ആൻ്റണി ബ്ലിങ്കൻ, ബൈഡൻ ആൻഡ് ബെഞ്ചമിൻ നെതന്യാഹു, 3 Bകൾ. ഈ 3 കൂട്ടുകെട്ടാണ്. ഇവരെക്കാൾ ഭേദമാണ് ട്രംപ് വേറൊരർത്ഥത്തിൽ. കാരണം ട്രംപ് ഈ നെതന്യാഹുവിൻ്റെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിക്കുന്ന വീഡിയോ പോലും ഷെയർ ചെയ്യാൻ ട്രംപ് തയ്യാറായത്. ഈ ഒരു ഘടകം, അതായത് ഒരു ലിബറൽ സയനിസ്റ്റുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വന്നാൽ തന്നെ ഇസ്രായേലിൽ മാറ്റം ഉണ്ടാവും. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി അധികാരത്തിൽ തുടരാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും. കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ സയനിസത്തിനോ തീവ്ര സയനിസം ഇതൊന്നുമല്ല. ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ റൂളർ എന്ന നിലയ്ക്ക് അദ്ദേഹം ശരിയല്ല, കറപ്റ്റാണ്, അങ്ങനെ മഹത്വം എന്ന് പറയാവുന്ന ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യവും അതിശയിപ്പിക്കുന്ന മെയ്വഴക്കം കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുന്നതാണ്. അദ്ദേഹം സമ്മാനിച്ച ദുരന്തമാണ് ഒരർത്ഥത്തിൽ ഇന്ന് ഗസയിലും ഫലസ്തീൻ ജനതയും അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിലും ഒരു മാറ്റമുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. ചുരുങ്ങിയ പക്ഷം നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഗസയിലെ ജനങ്ങളുടെ, ഫലസ്തീൻ ജനതയുടെ ഇപ്പോൾ വിൻസെൻ്റ് മാഷ് ഉപയോഗിച്ച പോലെ തന്നെ ഒരു എപ്പിക് റെസിസ്റ്റൻസ്, അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിലും ഈ വെടിനിർത്തൽ കരാറിനെ കാണാൻ. ആ എപ്പിക് റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും ട്രംപിൻ്റെ വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾക്ക് ഒപ്പം ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.